ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ കട്ട്ലറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. പിന്നെ 2 ചെറിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ സവാളയൊക്കെ ഇപ്പൊ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. അപ്പൊ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുന്ന ഗ്രീൻ പീസ് വേവിച്ചിട്ട് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയും വെജിറ്റബിൾസ് ഒന്നും വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള 2-3 ഐറ്റംസ് ആണെങ്കിൽ അത് ചേർത്താലും മതി. അപ്പൊ നല്ലൊരു ബീട്രൂട്ടിന്റെ കളർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പൊ ഇതിന്റെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ് ഇത്. നമ്മുടെ കുട്ടികൾക്ക് വെജിറ്റബിൾസ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണല്ലോ. അപ്പൊ ഇതുപോലെ കട്ട്ലറ്റിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊട്ടറ്റോ ചേർക്കണം. അപ്പൊ ഞാനിവിടെ 7 മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒരു 4-5 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ സ്കിന്നെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുത്തതാണിത്. അപ്പൊ ഇനി നമുക്കിത് ഈ മിക്സിലോട്ട് ചേർത്ത് ഇളക്കിയെടുക്കാം. നന്നായി ഉടച്ചെടുക്കണം കേട്ടോ, എന്നാലേ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശരിയായി കിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിപ്പോൾ ഇവിടെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് കട്ട്ലറ്റ് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിക്സ് റെഡിയാക്കണം. അപ്പൊ അതിന് വേണ്ടി 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വെജിറ്റബിൾ കട്ട്ലറ്റ് ആയതുകൊണ്ട് തന്നെ മുട്ടയിൽ മുക്കിയിട്ടല്ല പൊരിക്കുന്നത്. ഇതുപോലെ മൈദയുടെ ഒരു മിക്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ കുറച്ചൊരു തിക്ക് ബാറ്ററാണ് വേണ്ടത്. ഈ ഒരു പരുവത്തിലാണ്, ഒത്തിരി ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പൊ ഞാനൊരു 6 ബ്രെഡ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇത്. ഇപ്പൊ ഇതിന് പകരം ഇനി റസ്ക് പൊടി ആയാലും മതി. അപ്പൊ നമ്മുടെ കട്ട്ലറ്റിന്റെ മിക്സ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈകൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കട്ട്ലറ്റിന്റെ ഷേപ്പിലൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. കട്ട്ലറ്റ് ഒക്കെ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ. അപ്പൊ നന്നായിട്ട് ഷേപ്പ് ആക്കിയിട്ട് ഉരുട്ടിയതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വെള്ളമൊക്കെ അധികമാവാതെ നോക്കണം കേട്ടോ. അപ്പൊ സ്കിന്നൊന്നും കളയാതെ വേണം നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങിയെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ വെള്ളമൊന്നും അധികമാവില്ല. അപ്പൊ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് ആ വലിപ്പത്തിലാക്കിയെടുക്കാം. അപ്പൊ ഞാൻ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട്ലറ്റ്. അപ്പോൾ 12 കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ മിക്സ് വെച്ച്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സിലൊന്ന് മുക്കിയെടുക്കുക. ഇനി ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കൈ കൊണ്ട് മൈദയിൽ മുക്കിയെടുക്കാം. അത് മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ നനഞ്ഞ് കുതിർന്നു പോവും. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. ആദ്യം മൈദയിൽ മുക്കുക, അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പൊ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പൊ അതിന് വേണ്ടി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. അപ്പൊ ഈ എണ്ണ ഒന്ന് നന്നായി ചൂടായി വരണം. ഒരുപാട് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചേർക്കുമ്പോൾ കട്ട്ലറ്റ് കരിഞ്ഞു പോവും. ഒരു മീഡിയം ചൂടായി കിട്ടിയാൽ മതി.
അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. നല്ല ചൂടായിട്ട് ഇരിക്കുകയാണ് എണ്ണ എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി മറിച്ചെടുക്കാം. അപ്പോൾ രണ്ട് വശവും നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു സ്ട്രൈനറിലേക്ക് മാറ്റട്ടോ, എന്നാൽ അതിലെ എണ്ണയൊക്കെ വാർന്നു പോയിക്കോളും. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ട്രിപ്സ് ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയ ഒരു വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്